വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പിടിച്ചുകുലുക്കിയ ഇ.പി. ജയരാജന്റെ പ്രതികരണം ചർച്ച ചെയ്യാൻ CPIM. തിങ്കളാഴ്ച ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. അപ്പം അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ പറയും. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യാനെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു. കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നത് അവിശ്വസനീയമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. ഇ.പി. ജയരാജൻ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാളാണ്. സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടും മുഖ്യമന്ത്രി അറിയാതെയാണ് കണ്ടത് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ പ്രശസ്തമായ രൂപത്തിൽ അതിദീർഘമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഇതുപോലൊരു മേജർ ഡീവിയേഷനിൽപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഉന്നത തലങ്ങൾ അറിയാതെ ഉണ്ടാകുമോ എന്നറിയില്ല. പൽചക്രം കറക്കുന്ന പോലെ കറക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ആളിനെ അങ്ങോട്ട് തള്ളിവിടാനുള്ള എന്താ മാർഗം എന്നുള്ളത് നോക്കുകയാണ്. വന്ന് അടിയേറ്റല്ലോ, അടി അടുക്കളയിൽ തന്നെ കിട്ടിയല്ലോ, ആ രൂപത്തിൽ നിൽക്കിയല്ലേ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇ.പി.ക്കെതിരെ നടപടി ഉണ്ടാകുമോ? തോമസ് ഐസക്കിന്റെ പ്രതികരണമടക്കം നൽകുന്ന സൂചന എന്താണ്? വേണു, നടപടി ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു സന്ദർശനം അന്ന് രാഷ്ട്രീയ വിവാദമായത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. സമാനമായ രീതിയിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടായിരുന്നു ഇന്നലെ ഇ.പി. ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് CPM-ലെയും LDF-ലെയും മുതിർന്ന നേതാക്കൾക്ക് ഒരേ സ്വരത്തിൽ അഭിപ്രായമുണ്ട്. അഭിപ്രായത്തിൽ ചിലത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഈ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയുടെ ബോണ്ട് വിവാദ വ്യവസായവുമായുള്ള ദേശാഭിമാനി ഭൂമിയിടപാട്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനം, അങ്ങനെ വിവാദങ്ങൾക്കൊപ്പം നടന്ന ഒരാളാണ് ഇ.പി. എന്നുള്ള ധ്വനി അത് ഒരു പ്രഹരം പോലെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നൽകിയത് നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്നത് CPM അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടുകൂടി തങ്ങൾക്ക് കഴിഞ്ഞ തവണ ഉണ്ടാകുന്ന വോട്ട് ഷെയർ അടക്കമുള്ള കാര്യങ്ങൾ കൂട്ടാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇറങ്ങിയ ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെച്ച പ്രധാന ടാഗ്ലൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ, നാളത്തെ BJP എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ടാഗ്ലൈനെ അടക്കം അപ്രസക്തമാക്കുന്ന CPM-ന്റെ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയത്തെ, ആയുധത്തിന്റെ മുനയെ അപ്പാടെ മൂർച്ച കുറയ്ക്കുന്ന ഒരു സമീപനം ഇന്നലെ രാവിലെ ഇ.പി. ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ പ്രതിരോധമുയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. നെല്ലാൾ നന്ദകുമാറുമായിട്ടുള്ള ഇടപാടിൽ മുഖ്യമന്ത്രി ഇ.പി. ജയരാജനെ പ്രഹരിക്കുന്നത്, വാക്കുകൊണ്ട് പ്രഹരിക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് അത് പാർട്ടിക്കകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, ആ രാഷ്ട്രീയ ബോംബ് ഞെട്ടലോടെയാണ് CPM ഇന്നലെ ഏറ്റുവാങ്ങിയതെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. എല്ലാ മണ്ഡലങ്ങളിലെയും ഇടത് സ്ഥാനാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വിയോജിപ്പുകൾ, ചില പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ മൂർച്ച കുറയ്ക്കുന്ന ഒരു നിലപാട് അത് LDF കൺവീനറുടെ ഭാഗത്ത് നിന്നുണ്ടായി. മാത്രവുമല്ല, കേരളത്തിന് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇ.പി. ജയരാജൻ തന്നെ സമ്മതിക്കുമ്പോൾ അതുണ്ടാകാൻ പോകുന്ന കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ UDF-ന് കിട്ടാൻ പോകുന്ന മെറിറ്റ്, BJP-ക്ക് കിട്ടാൻ പോകുന്ന മെറിറ്റ്, ഇതടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ CPM-ൽ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ സംസ്ഥാന സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉടക്കി നിന്ന ഇ.പി. ജയരാജൻ BJP-യുമായി പലകുറി ചർച്ച നടത്തിയെന്നുള്ള ധ്വനി അത് വ്യക്തമാക്കുന്ന പല പ്രതികരണങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇപ്പോൾ തുടരെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ രാഷ്ട്രീയ സാഹചര്യം CPM-നൊട്ടും അല്ലെങ്കിൽ LDF-നൊട്ടും അനുകൂലമായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് സമയത്താണ് ഉണ്ടായതെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും തിങ്കളാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാര്യഗൗരവത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. മാത്രവുമല്ല, CPM സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അവലോകനവും ഉണ്ടാകും. ഏതൊക്കെ തരത്തിൽ ഈ ഇ.പി. വിഷയത്തിൽ അല്ലെങ്കിൽ ഇ.പി. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതനുസരിച്ചായിരിക്കും ഇ.പി.യുടെ LDF കൺവീനർ സ്ഥാനമെന്നുള്ള സ്ഥാനത്ത് തുടരാനുള്ള അർഹത എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും ചില ട്വിസ്റ്റുകൾക്ക്, ചില മാറ്റങ്ങൾക്ക്, ചില വലിയ നീക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വേണു, ഷഫീദിലേക്ക് വരാം. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യാനെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു. ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല. കാരണം അദ്ദേഹം ജാവ്ദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ എത്രയും ഒരു നല്ല കാര്യത്തിനല്ലേ എഴുതി പോയത്? കാര്യം മീനമാസത്തിലെയും മേടമാസത്തിലെയൊക്കെ സൂര്യൻ മനസ്സിലായില്ലേ ഇത്ര അത്യുഷ്ണം നടക്കുന്നു. അപ്പോൾ ജാവ്ദേക്കറെ പോയി കണ്ടത്
കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. പിന്നെ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ നാളായിട്ട് BJPയിലേക്ക് കോൺഗ്രസ്സുകാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജന്റാണ്. ദേശാഭിമാനി എടുത്ത് വായിച്ചു നോക്ക്, മുഖ്യമന്ത്രി പ്രസംഗം കേട്ടു. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ വോട്ട് ചെയ്തതിന് ശേഷം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ EP തീരുമാനിച്ചത് യാദൃച്ഛികമാണോ? പാർട്ടി കേന്ദ്രങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ പ്രതികരണത്തെ നിഷ്കളങ്കമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതേപോലെ തന്നെ ഇടത് നേതാക്കളും കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. വേണു, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, അതായത് EP ജയരാജന്റെ പ്രതികരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ തന്നെ എന്താണ് CPMന്റെ ഇക്കാര്യത്തിലെ നിലപാട്, അല്ലെങ്കിൽ CPM എങ്ങനെ ഈ വിഷയത്തെ ഉൾക്കൊണ്ടു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതെങ്കിലും ഒരു നേതാവിനെ കാണുന്നതിൽ കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പോലും ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രി കണക്കറ്റ് പ്രഹരിക്കുന്നുണ്ട്. മാത്രവുമല്ല, അത്തരം കൂടിക്കാഴ്ചകൾ, അത്തരം ചില സമീപനങ്ങൾ ഉള്ളയാളാണ് EP ജയരാജൻ എന്ന് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോൾ ആ വിഷയം, EP ജയരാജന്റെ ഇന്നലത്തെ പ്രതികരണം അടക്കമുള്ള വിഷയങ്ങൾ CPM നേതൃത്വത്തിൽ വലിയ തരത്തിൽ അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഉറപ്പായും, അല്ല തുറന്ന രീതിയിൽ അത് CPM മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ LDFന്റെ മറ്റു നേതാക്കൾക്ക്, മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കടക്കം ഉണ്ടായ അതൃപ്തി അത് ഇന്നലെ തന്നെ CPMന്റെ മുതിർന്ന നേതാക്കളെ അറിയിച്ചു എന്നുള്ളൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിൽ ആദ്യം ദല്ലാൽ നന്ദകുമാർ അനിൽ ആന്റണിക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നു. പിന്നാലെ അത് ശോഭാ സുരേന്ദ്രനിലേക്കും EP ജയരാജനിലേക്കും എത്തുന്നു. EP ജയരാജനിലേക്ക് വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ശ്രീ ജയശങ്കർ, EP-ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അദ്ദേഹത്തിന് പേരിൽ നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അത് പാർട്ടി അതിന് എന്തുമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. മിക്കവാറും അദ്ദേഹം കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന രീതിയിൽ ഒരു ശാസനയിൽ ഒതുക്കാനാണ് സാധ്യത. EP ജയരാജൻ ഇതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലവെട്ടാനൊന്നും സാധിക്കുകയില്ല. കാരണം ഇതൊക്കെ കൂടുതൽ BJP നേതാക്കളുമായിട്ട് അടുപ്പമുള്ള എത്രയോ നേതാക്കന്മാർ CPM-ലുണ്ട്. അവരോടൊപ്പം ചായ കുടിക്കുന്നവരുണ്ട്, അത്താഴ വിഴുന്ന് കഴിക്കുന്നവരുണ്ട്, മറ്റു തരത്തിൽ ബിസിനസ് ബന്ധങ്ങളുള്ള ആൾക്കാർ വരെയുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ പട്ടിക ജയരാജന്റെ കയ്യിൽ ഉണ്ടാകുകയും ചെയ്യും. അദ്ദേഹം അതെടുത്ത് കയ്യിൽ വീശുകയും ചെയ്യും. അതൊക്കെ ആ രീതിയിലുള്ള ഭീഷണിയോ വിരട്ടലോ വിലപേശലോ ഒന്നും ഈ നാട്ടിൽ നടക്കില്ല. ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാകില്ല, ശാസനയിൽ തീരുമെന്നാണോ? തീർച്ചയായിട്ടും. അതിനപ്പുറത്ത് എന്ത് നടപടി അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കാൻ പറ്റും? CPM-ൽ ഇന്നിപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ്. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ ആ EP ജയരാജന്റെ കൈവശം ഉണ്ടാവും. ഒരുപക്ഷെ രേഖകൾ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് വലിയ നടപടിയൊന്നും ഉണ്ടാകില്ല. ചാത്തുണ്ണി മാസ്റ്റർ പുറത്താക്കിയ കാലത്തുള്ള പാർട്ടി ഇന്നത്തെ പാർട്ടി. അന്ന് പാർട്ടിക്ക് അതിനൊക്കെ വിശാലമായ വീക്ഷണമുണ്ട്. EMS-നെ പോലെ പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്നിപ്പോ കാര്യം അതല്ല, കാലം മാറി. ഇപ്പോ ഓരോ കബോർഡിനകത്ത് നിരവധി സ്കെലറ്റൺസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആർക്കും മിണ്ടാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് ഇനി എങ്ങനെയാണ് ശക്തമായി CPM-ന് പറയാൻ കഴിയുക? അല്ല, CPM-കാർക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ട് അതും അതിന്റെ അപ്പുറം പറയാം. ഇവിടെ ശ്രീ പ്രേമേന്ദ്രൻ പാർലമെന്റ് ക്യാൻറ്റീനിൽ നിന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഇത് വലിയ തെറ്റായിപ്പോയി. അദ്ദേഹം നാളെ RSP പിരിച്ചുവിട്ട് RSS-ൽ ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവരാണ് CPM നേതാക്കൾ. ഇപ്പൊ അത് കഴിഞ്ഞ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായിട്ടുള്ള നേതാവ് മകന്റെ ഫ്ളാറ്റിലെ ജാവേദ്കറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനൊപ്പം ചായ കുടിച്ചു. അത് കൂടെ ദല്ലാൽ നന്ദകുമാറും ഉണ്ടായിരുന്നു എന്നുള്ളിടത്താണ് അതിന്റെ വിരോധാഭാസം കുടികൊള്ളുന്നത്. ശ്രീ ജയശങ്കർ, EP-ക്ക് ഇത്ര മോഹഭംഗം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? EP-യെ പോലെ ഒരാളിന് BJP-ക്ക് കേരളത്തിലുള്ള പ്രസക്തി അറിയാത്തയാളുമല്ല. അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത് EP ജയരാജൻ ഒരു ശുദ്ധഗതിക്കാരനാണ്. അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് അറിയാം. പുള്ളി അങ്ങനെ ഇതിന്റെ വരുംവരായികൾ ചിന്തിച്ചിട്ട് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഒരു കാരണവശാലും BJP-ലേക്ക് ചേക്കേറുമെന്ന് ഞാൻ കരുതില്ല. മാത്രവുമല്ല, കേരളത്തിലെ BJP-ക്ക് EP ജയരാജനെ പോലെ ആക്രമണം കേവുഭാരമുള്ളൊരു കാണാൻ കഴിയില്ല. അതിനുള്ള വള്ളത്തേക്കാൾ വലുതായിരിക്കും വള്ളക്കാരൻ എന്നുള്ളതുകൊണ്ട്, അമ്പലത്തേക്കാൾ വലുതായിരിക്കും പ്രതിഷ്ഠ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ മോഹിപ്പിക്കാനല്ലാതെ ആ പാർട്ടിയിൽ എടുക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്, EP ജയരാജന്റെ മോഹഭംഗം വരാൻ ധാരാളം കാരണങ്ങളുണ്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവായിരുന്നു EP. കോടിയേരി ബാലകൃഷ്ണൻ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത സമയത്ത്
അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ ചുമതല കൊടുത്തില്ല. വളരെ ജൂനിയർ ആയിട്ടുള്ള എ വിജയരാഘവനാണ് കൊടുത്തത്. അത് കഴിഞ്ഞു ഈ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. അവിടെ അതിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള എം വി ഗോവിന്ദനെ കൊണ്ടുവന്നു. പോളിറ്റ് ബ്യൂറോയിൽ ഒരു വേക്കൻസി വന്നപ്പോൾ അതിലും ജയരാജനെ ഉൾപ്പെടുത്തിയില്ല. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ പോരെ, ഇതൊക്കെ ധാരാളം മതി. വളരെ നന്ദി ശ്രീ ജയശങ്കർ പ്രതികരിച്ചതിന്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രതികരണമാണ് വന്നത്. ഇപിക്കെതിരെ ഒരു ശാസനയ്ക്കപ്പുറത്തേക്കുള്ള ഒരു അച്ചടക്ക നടപടിയിലേക്കും പാർട്ടി കടക്കില്ല എന്ന നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. ബി ദിലീപ് കുമാർ വിലയിരുത്തലുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ദിലീപ്, ഇപിയുടെ അതേ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഐസക്കിന്റെ പ്രതികരണം എന്നത് ഈ കാര്യം പാർട്ടി ചർച്ച ചെയ്യുമെന്നാണ്. അത് നൽകുന്ന സൂചന എന്താണ്? വേണു, വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ ബോംബ് എന്ന് പറയാവുന്നത് കേരള രാഷ്ട്രീയത്തിലേക്ക് ദല്ലാൾ എന്നറിയപ്പെടുന്ന TG നന്ദകുമാർ എടുത്തെറിഞ്ഞത്. അത് EP ജയരാജനുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ CPIMന്റെ ഒരു ഉന്നത നേതാവ് BJPയിൽ ചേരുന്നത് സംബന്ധിച്ച ചർച്ച നടത്തിയിരുന്നു. MV ഗോവിന്ദൻ്റെ ജാഥ നടക്കുന്ന സമയത്തായിരുന്നു ഈ ചർച്ച നടന്നത്. ആ ജാഥയിൽ പങ്കെടുക്കാതെ തൃശ്ശൂർ രാമനിലയത്തിലെത്തി താനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ഈ ആരോപണങ്ങൾ CPM നേതൃത്വം തന്നെ തുടക്കത്തിൽ തള്ളിപ്പറഞ്ഞു. പക്ഷേ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം TG നന്ദകുമാർ ഇത് സംബന്ധിച്ച ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് വോട്ടെടുപ്പ് ദിവസം, അതായത് ഇന്നലെ രാവിലെ EP ജയരാജൻ ഇക്കാര്യം പരസ്യമായി തന്നെ സമ്മതിക്കുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു EP ജയരാജൻ. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ താൻ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ലഘൂകരിക്കാൻ അദ്ദേഹം ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു പരസ്യ ശാസനയുടെ രൂപത്തിൽ അത് EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ EP ജയരാജന് പരസ്യ ശാസന നൽകും വിധം തന്നെ അദ്ദേഹം പ്രതികരിച്ചു. മാത്രമല്ല, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവൻ കൂടി പാപിയാകുമെന്ന നാട്ടു പഴഞ്ചൊല്ല് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ CPIMൽ ഇത്തരം കാര്യങ്ങൾ അസാധാരണമായ നടപടികളാണ്. ഒരു നേതാവിനെ, പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ കൺവീനറാണ് EP ജയരാജൻ, അദ്ദേഹത്തെ പരസ്യമായി തിരുത്തുന്നതിനും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തള്ളിപ്പറയുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മടി കാണിക്കുന്നില്ല. അതാകട്ടെ ഈ CPIM BJP ധാരണ ഉണ്ട് എന്ന് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല CPIM ആകട്ടെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ CPIM നേതാക്കളും ഈ BJPയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അവർ BJPയിൽ ചേരാൻ സന്നദ്ധരാകുന്നുണ്ട് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം അതിനെ സാധൂകരിക്കുമോ എന്ന കാര്യം എന്ന നിലയിൽ CPIM വൃത്തങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ ഇതിനെ പരസ്യമായി തള്ളിപ്പറയാൻ, EP ജയരാജൻ്റെ നടപടിയെ തള്ളിപ്പറയാൻ സന്നദ്ധനായത്. ഏതായാലും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ഇക്കാര്യം ചർച്ച ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. CPIMനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് EP ജയരാജൻ്റെ ഇന്നലത്തെ പരസ്യമായ അദ്ദേഹം ഈ ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്ന നിലയിൽ അദ്ദേഹം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ CPIMന്റെ തീരുമാനം എന്തായിരിക്കുമെന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇതിനകം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ TM തോമസ് ഐസക് അടക്കമുള്ള ചില നേതാക്കൾ ഇക്കാര്യം ചർച്ച ചെയ്യും എന്ന കാര്യവും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും തിങ്കളാഴ്ച CPIM എന്തായിരിക്കും ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇക്കാര്യത്തിൽ EP ജയരാജൻ ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. ദിലീപ്, മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നത് ഈ ദല്ലാളുമായുള്ള കൂട്ടുകെട്ട് എന്ന രൂപത്തിൽ അതിനെ മാറ്റുന്ന വിധത്തിലായിരുന്നു. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചകൾ അത്ര തെറ്റുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. നടപടിയിലേക്ക് കടക്കാൻ എത്രത്തോളം CPIMന് കഴിയും? കാരണം നടപടി എന്ന് പറഞ്ഞാൽ അത് CPIMലെ ഏറ്റവും ഉയർന്ന ഘടകത്തിലെ ഒരു വ്യക്തി BJPയുമായി ധാരണയിലെത്താൻ നീക്കം നടത്തി എന്നതിൻ്റെ സ്ഥിരീകരണമാകില്ലേ? ഇപ്പോൾ VSനൊക്കെതിരെ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് സഖാവ് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് BJP ബാന്ധവം സ്ഥിരീകരിക്കുന്ന ഒരു നടപടി പാർട്ടി എടുക്കുക എന്നത് എത്രത്തോളം ഈ ഘട്ടത്തിൽ സാധ്യമാണ്? വേണു, EP ജയരാജനെ സംബന്ധിച്ച് CPIMന് അത്ര എളുപ്പത്തിൽ അങ്ങനെ കൈയൊഴിയാനോ നടപടിയെടുക്കാനോ കഴിയുന്ന ഒരു നേതാവല്ല. കാരണം നേരത്തെ തന്നെ നടപടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹം നടപടിക്ക് വിധേയനാകേണ്ടതാണ്. കാരണം ആ നിലയിലുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ EP ജയരാജൻ
സൃഷ്ടിച്ചിട്ടുണ്ട്. പല വിവാദങ്ങളിലും അദ്ദേഹം ചെന്ന് ചാടിയിട്ടുണ്ട്. പല പരസ്യ പ്രതികരണങ്ങളും അദ്ദേഹത്തിന് വിനയായിട്ടുണ്ട്. നേരത്തെ ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തുപോയ ഒരു ഇ പി ജയരാജനുണ്ട്. എന്തിനേറെ പറയുന്നു, എം വി ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായി വന്നതിനു ശേഷം അദ്ദേഹം കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജാഥയിൽ ആ ജാഥയുടെ തുടക്കത്തിലൊന്നും പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയും അത് വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. LDF കൺവീനർ കൂടിയാണ് ഇ പി ജയരാജൻ. അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നില്ല, കണ്ണൂരിൽ തന്നെയാണ് അദ്ദേഹം തങ്ങുന്നത്. അങ്ങനെയൊക്കെയുള്ള നിരവധി വിവാദങ്ങൾ, ചർച്ചകളൊക്കെ CPIM-ൽ വന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ പിന്നീട് അതിജീവിക്കുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ആ വിവാദങ്ങളെ അതിജീവിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പക്ഷേ ഇത്തവണ ഏതായാലും ഇ പി ജയരാജൻ അത്രത്തോളം കാര്യങ്ങൾ ലഘുവാവില്ല, അത്രത്തോളം എളുപ്പത്തിൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൈകഴുകാൻ കഴിയില്ല. കാരണം അദ്ദേഹം തന്നെ പരസ്യമായി ജാവ്ദേക്കർ താനുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി, മകൻ്റെ ഫ്ലാറ്റിലേക്ക് അപ്രതീക്ഷിതമായി വന്നു കയറി ചർച്ച നടത്തി എന്ന കാര്യം ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ്റെ ഈ തുറന്നു പറച്ചിൽ ഒരു വശത്തുണ്ട്, അതോടൊപ്പം തന്നെ ഈ സമീപകാല സംഭവങ്ങളുണ്ട്. മാത്രമല്ല ഇ പി ജയരാജൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ CPM BJP ഫൈറ്റാണ്, CPM-ഉം BJP-യും തമ്മിലാണ് പോരാട്ടം എന്ന നിലയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഇ പി ജയരാജൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അത് അദ്ദേഹം ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ BJP-യുടേത് മികച്ച സ്ഥാനാർത്ഥികളെന്ന അഭിപ്രായ പ്രകടനം നടത്തിയതും CPIM-ഉം BJP-യും തമ്മിലാണ് പ്രധാന പോരാട്ടം കേരളത്തിൽ എന്ന് പറഞ്ഞതുമൊക്കെ ഈ BJP ബന്ധത്തിൻ്റെ സൂചനയായാണ് കോൺഗ്രസ് നേതാക്കൾ എടുത്തുകാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നേരത്തെ മുതൽ തന്നെ ഇ പി ജയരാജന് BJP-യുമായി ഒരു സോഫ്റ്റ് ലൈൻ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനം CPIM നേതാക്കൾക്കും ഉണ്ട്. അത് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ ഇതിനെയൊക്കെ പിന്നീട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് ആ ഘട്ടത്തിൽ അന്നത് എത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി പിന്നീട് ഇതിനെ കൂട്ടി വായിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ വിവാദത്തിൽ നിന്ന് അത്ര എളുപ്പം ഇ പി ജയരാജന് ഇത്തവണ കൈ കഴുകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഏതായാലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ എന്ത് ചർച്ചയായിരിക്കും നടത്താൻ പോവുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വേണു. ശരി, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജ്യോതി, ഇ പിക്കെതിരെ CPM-ന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? ഒരിക്കലുമില്ല. കാരണം EP ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇ പി ജയരാജൻ ഒന്നും ചെയ്യുന്നത് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പോ ഇവിടെ അവതാരങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് CPM-ന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2016 പ്രഖ്യാപിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും വലിയ അവതാരവുമായി ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ EP-ക്ക് സ്വയമേ ചെയ്യാൻ കഴിയില്ല. അത് ശ്രീ പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയും അറിവോടുകൂടിയും സമ്മതത്തോടുകൂടിയും മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ EP-ക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. മറ്റൊന്ന്, ഇതിലൂടെ വ്യക്തമാകുന്നത് CPM-നെ പോലൊരു പാർട്ടി എന്തുമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം CPM പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണെന്ന് പറയുകയും അതേസമയം തന്നെ CPM-ന്റെ ഉന്നത നേതൃത്വം LDF-ന്റെ കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ അതേസമയം തന്നെ BJP-യുമായി ബാന്ധവത്തിന് വേണ്ടി ചർച്ചകൾ നടത്തുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ BJP-യുടെ ഉന്നത നേതാവ് എത്തുന്നു, ചർച്ച നടത്തുന്നു. ഇതേ സംബന്ധിച്ച് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പരസ്യ പ്രസ്താവന നടത്തിയപ്പോൾ അവർ മരുന്ന് കഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന ഇ പി ജയരാജൻ തന്നെ തൊട്ടടുത്ത ദിവസം, തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പരസ്യമായി പറയുന്നു ഞാൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്നലെ മറ്റൊരു ചാനലിലെ ചർച്ചയ്ക്കിടയ്ക്ക് BJP-യുടെ ഉന്നത നേതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രനോട് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള വിവരങ്ങൾ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പുറത്തുവിട്ടതെന്നാണ്. എത്രത്തോളം ഗൗരവമുള്ള വിഷയങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ BJP-യും CPM-ഉം തമ്മിലുള്ള ബാന്ധവത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് വരുന്ന തെളിവുകളാണ് ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ജ്യോതികുമാർ ചാമക്കാലയാണ് പ്രതികരിച്ചത്.